മദർ തെരേസ ജനിച്ചത് എവിടെയാണ് നിങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില വീടുകളിലേക്ക് ചെയ്യുന്ന എപ്രകാരം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യണം. വസിച്ചാലും നാഥ ശിംഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ബ്രദർ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? കുടുംബത്തിലെ ഓരോ വ്യക്തികളും ചെയ്യേണ്ട ധർമ്മങ്ങളെക്കുറിച്ചാണ്. ഈ കൊറോണ കാലത്തിൽ നിങ്ങളെന്താ ചെയ്യണത്? ശരിക്കും വീട്ടിൽ സഹായിക്കുന്നുണ്ടോ? വീട്ടുകാരെ, അമ്മച്ചിനെ അപ്പച്ചനെയൊക്കെ സഹായിക്കുന്നുണ്ടോ? അതോ കൂടുതൽ സമയം അത്യാവശ്യം മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവും നിങ്ങളുടെ, അതിൽ ഗെയിം കളിച്ചാണോ നിങ്ങൾ സമയം കളയേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സമയം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വീട്ടുകാർക്കുണ്ട്. നമ്മളതാവും വിധം ചെറിയ സഹായങ്ങൾ അത് നമ്മൾ ചെയ്യണം. വേണ്ടേ? ഗെയിം കളിക്കണം, നിങ്ങൾ കളിക്കാറുണ്ട്, പക്ഷെ കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. കൂടുതൽ സമയം നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം ചിലവഴിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ മൂല്യങ്ങളെ തിരിച്ചറിയുവാനും അവ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്? പരിശുദ്ധയായ കുടുംബം, രണ്ടാമത്തേത് ഓരോ കുടുംബത്തിനുണ്ടായിരിക്കേണ്ട വിശുദ്ധി. ഇതൊക്കെ മനസ്സിൽ ഓർത്തായിരുന്നു നിങ്ങൾ? എപ്രകാരമായിരിക്കണം വിശുദ്ധി, അല്ലെങ്കിൽ എപ്രകാരം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യണം. ഇനി ബ്രദർ ഇന്ന് പറയാൻ പോകുന്നത് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ശീലങ്ങളുണ്ട് ഇല്ലേ? ചില ആൾക്കാർക്ക് പ്രത്യേകമാവിധം എഴുതുന്ന ശീലങ്ങളുണ്ടായിരിക്കാം, പടം വരയ്ക്കുന്ന ശീലങ്ങളുണ്ടായിരിക്കാം. ചില ആളുകൾ കാലത്ത് നേരത്തെ എണീറ്റ് ബൈബിൾ വായിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ കാലത്ത് നേരത്തെ എണീറ്റ് ഏറ്റവും ആദ്യം ബൈബിൾ വായിച്ചിട്ട് അന്നത്തെ ദിവസം തുടങ്ങുന്ന ആൾക്കാർ? ആരാണ് അങ്ങനെ? ആരെങ്കിലും ഉണ്ടോ? അതെ, ജിതിനുണ്ട്. ജിതിൻ എല്ലാ ദിവസവും കാലത്ത് നേരത്തെ എണീക്കുമോ? 5:30 എണീക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ബൈബിൾ വായിക്കും. ഓക്കെ, നമ്മൾ ഓർക്കണം, ഉറങ്ങേണ്ട സമയത്തിൽ ആ ഉറക്കം കുറച്ച് സമയം വേണ്ടെന്ന് വെച്ചിട്ട് ബൈബിൾ വായിക്കുന്ന കുട്ടികളും നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഇനി ബ്രദർ പറയാൻ പോകുന്നത് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെയാണ് ആ മാനുഷിക മൂല്യങ്ങൾ? സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന കുറച്ച് മൂല്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിനുള്ളിലുണ്ട്, നമുക്കറിയാം ഈ മൂല്യങ്ങളൊക്കെ ഉള്ളിനുള്ളിൽ ഉള്ള കാര്യം. പക്ഷേ ചില കാരണങ്ങളാൽ നമ്മളതൊക്കെ മറന്നു പോകാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 7 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 7 കാര്യങ്ങൾ. ഒന്നാമത്തേത് സ്നേഹം, കരുണ, ആർദ്രത, വിശ്വാസം, സത്യസന്ധത, സമർപ്പണം. ഈ 7 കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളതൊക്കെ മറന്നുപോയി. അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്. നമുക്കറിയാം, മദർ തെരേസയെ എന്തുകൊണ്ടാണ് ഈ ലോകം മദർ എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കാൻ കാരണം? ഈ ലോകം മുഴുവൻ്റെയും അമ്മയാണ് ആര്? മദർ തെരേസ. എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ വിളിക്കാനുള്ള കാരണം? മദർ തെരേസ ജനിച്ചത് എവിടെയാണ്? അതെ, അൽബേനിയയിലാണ് മദർ തെരേസ ജനിച്ചത്. പക്ഷേ ഇന്ത്യക്കാരായ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് ആര്? മദർ തെരേസ. അതിനുള്ള പ്രധാന കാരണം എന്താണ്? കണ്ടുമുട്ടിയ ആളുകളോട് സ്നേഹവും കരുണയും ആദരവും കാണിക്കുവാൻ ആർക്ക് സാധിച്ചു? മദർ തെരേസയ്ക്ക് സാധിച്ചു. ഇനി മറ്റൊരു വിശുദ്ധനെയും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആരാണത്? വിശുദ്ധ ഡാമിയൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശുദ്ധ ഡാമിയനെ കുറിച്ച്? കുഷ്ഠരോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് അത്രയേറെ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് കുഷ്ഠരോഗികൾ. ഞാൻ കുഷ്ഠരോഗിന് പറഞ്ഞപ്പോൾ ചില ആളുകളുടെ മുഖത്ത് ചെറുതായിട്ടൊരു ഫേസിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. വൈദികനായിട്ട് ഏറ്റവും ആ ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു തീരുമാനം എടുക്കുകയാണ് ആര്? വിശുദ്ധ ഡാമിയൻ.
കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പോകാമെന്ന്. വലിയ ഉറപ്പൊന്നുമില്ല തിരിച്ചു വരുമെന്ന്. പക്ഷേ ധീരമായ തീരുമാനം ആരെടുത്തു? വിശുദ്ധ ഡാമിയൻ എടുത്തു. മൊളോക്കോ ദ്വീപിലേക്ക് പോയി. ആ ദ്വീപ് മുഴുവൻ കുഷ്ഠരോഗികളാണ്. രോഗം കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ പോയി. എന്തുകൊണ്ടാണ്? അവിടെ ജീവിക്കുന്ന ആളുകൾ മനുഷ്യരാണെന്നുള്ളൊരു ഉറപ്പ് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നുള്ളൊരു വിശ്വാസം ഡാമിയനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിച്ചത്. അവരോട് സ്നേഹവും ആദരവും കരുണയും കാണിച്ചത്. ഇനി ഈ പറഞ്ഞ ഗുണങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലും ജീവിതത്തിലൊക്കെ ഇല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. റിജു ആഗ്രഹിക്കാറില്ലേ? ഈ സമൂഹത്തിൽ എല്ലാവരും നീതിയോടെ ജീവിക്കണം, സത്യം മാത്രം പറയണം, എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രദർ നേരത്തെ പറഞ്ഞൊരു 7 ഗുണങ്ങളുണ്ടല്ലോ. സ്നേഹം, കരുണ, ആദരവ്, വിശ്വാസം, സമർപ്പണം, സത്യസന്ധത. ഇത്രയും ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ട് ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച നീതിയും സത്യവും സ്നേഹവുമുള്ള സമൂഹം നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബ്രദർ ഏറ്റവും ആദ്യം പറഞ്ഞത്, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കുടുംബമാണ്. ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചായിരിക്കും? നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഈ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളതൊക്കെ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അവരെ സഹായിക്കുക, അവരെ വിശ്വാസത്തിൻ്റെ പാതയിൽ വളർത്തുക. ഇനി ഈ മാനുഷിക മൂല്യങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുവാൻ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ സാധിക്കൂ. ഏതായിരിക്കാം നോയൽ ആ ഒരു മാർഗം? അതെ, നോയൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥന. നേരത്തെ ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഏറ്റവും ആദ്യമായിട്ട് കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ച ആരായിരിക്കും? അതെ, അമ്മയാണ് നമ്മളെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയത് എവിടെ വെച്ചായിരിക്കും? നമ്മുടെയൊക്കെ വീടുകളിൽ വെച്ചാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പാഠമായ കുരിശു വരയ്ക്കാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ പഠിച്ച ഇടമാണ് നമ്മുടെ വീട്. അങ്ങനെയുള്ള വീടുകളിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടായിരിക്കാം ഞാൻ ബ്രദർ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്, അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. നമുക്കറിയാം, നിങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മാതാപിതാക്കളുടെ വിവാഹം ബ്ലെസ് ചെയ്തതാരാണ്? അനുഗ്രഹിച്ചതാരാണ്? ദൈവം തന്നെയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അവരുടെ ജീവിതത്തിലെ അവർക്ക് പ്രകടിപ്പിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹമാണെന്ത്? പ്രാർത്ഥന. ഇനി വിവാഹം വഴിയുള്ള പ്രാർത്ഥനയിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? നമ്മുടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും പ്രവൃത്തിയാണ് എന്ത്? പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി വിവാഹം വഴി ചെറിയൊരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു പ്രവൃത്തി എവിടെ നടക്കുന്നുണ്ട്? നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം തരുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ അടുത്ത് പറയണം, അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ഭൂമിയിൽ എന്ത് കാര്യം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യം ഒരിക്കലും ദൈവത്തിന് നിരസിക്കുവാൻ സാധിക്കില്ല. എന്താണ് പറയേണ്ടത്? നിങ്ങൾ രണ്ടുപേരും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും ദൈവത്തിന് നിരസിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒരിക്കലും മുടക്കാൻ പാടില്ല. നമുക്കൊരിക്കലും അത് മുടക്കാൻ സാധിക്കില്ല. കാരണം ദൈവം നമുക്ക് നൽകിയ സമ്മാനത്തിന്, നമ്മുടെ മക്കൾക്ക് ദൈവത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു പ്രത്യുത്തരമാണ് നമ്മുടെ പ്രാർത്ഥനയും ബൈബിൾ വായനയും. അതുവഴി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു പോസിറ്റീവ് എനർജി, നമ്മളിപ്പോൾ കേൾക്കാറില്ലേ, ഒരു പോസിറ്റീവ് വൈബാണ് ചില ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വളരെ പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ പറയാറില്ലേ. അതിനൊരു പ്രധാന കാരണവും ഇത് തന്നെയാണ്. വീടുകളിലെ അനുദിനമായിട്ടുള്ള പ്രാർത്ഥനയും ബൈബിൾ വായനയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ആരാണ്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ കുടുംബങ്ങളെയും വിളിക്കുന്നത് എന്താണ്?
ഗാർഹിക സഭ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോ കുടുംബവും സഭയാണ്. എന്തുകൊണ്ടായിരിക്കാം മാർപ്പാപ്പ ഓരോ കുടുംബത്തെയും സഭ എന്ന് വിളിച്ചത്? കുടുംബം എന്ന് പറയുന്നത് അപ്പച്ചനും അമ്മച്ചിയും മാത്രമല്ലല്ലോ. അവിടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അതൊരു സമൂഹമാണ്, ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടം എവിടെയുണ്ട്? കുടുംബത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യം ബ്രദർ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, മാനുഷിക മൂല്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? ഭവനങ്ങളിൽ നിന്നാണ്. ഇനി വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? വീടുകളിൽ നിന്നാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് മാർപ്പാപ്പ കൃത്യമായിട്ട് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് ഗാർഹിക സഭയാണ്. ഇനി ക്രൈസ്തവ ജീവിതം ഏറ്റവും നന്നായിട്ട് ജീവിക്കുവാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര കാര്യങ്ങളാണ് സോന് പറയുന്നത്? അതെ, 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, വ്യക്തികളുടെ ഒരു സമൂഹം സൃഷ്ടിക്കണം. രണ്ടാമത്തേത്, സഭയിലും സമൂഹത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. മൂന്നാമത്തേത്, ജീവൻ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. നാലാമത്തേത്, സമൂഹത്തിൻ്റെ വികസനത്തിൽ നമുക്ക് ഒരുപാട് പങ്കാളിത്തമുണ്ട്, അത് നമ്മൾ പ്രാവർത്തികമാക്കണം. ഈ 4 കാര്യങ്ങളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഓരോ ക്രൈസ്തവരോടും സംസാരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ബ്രദർ നിങ്ങളോട് പറയുന്നൊരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിലിരിക്കണം, നിങ്ങളെല്ലാവരും എപ്രകാരമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർ അവസാനിപ്പിക്കാം. സഭ നമ്മളോട് പറയുന്നത് 2 കാര്യങ്ങളായിട്ട് തീരാനാണ്. ഇങ്ങനെയാണ് 2 കാര്യങ്ങൾ. ഒന്ന് പുളിമാവ്, രണ്ടാമത്തേതായിരിക്കാം. പുളിമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമാണെങ്കിലും അത് എല്ലായിടത്തേക്ക് എത്തും. രണ്ടാമത്തേത് പ്രകാശഗോപുരം. പ്രത്യേകം നമുക്കറിയാം, അത് എവിടെയായിരുന്നാലും പ്രകാശം നൽകും. നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതം, ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെയും അർത്ഥമെന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും വിശ്വാസവും മൂല്യങ്ങളും പങ്കുവയ്ക്കുക. എന്നിട്ട് പ്രകാശഗോപുരം പോലെ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രകാശം പരത്തുക. അതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത ലക്ഷ്യം. എങ്കിൽ മാത്രമേ നമ്മളെ കാണുന്നവർക്ക് ഇപ്രകാരം പറയാൻ സാധിക്കൂ, അവനെ കണ്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ തോന്നും. ഒരു പോസിറ്റീവ് വൈബാണ് അവൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും അവനോട് സംസാരിക്കുമ്പോഴും. ഇതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇനി ഇന്നത്തെ ചെറിയൊരു വർക്ക് ബ്രദർ തരാണ്. വളരെ ചെറുതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. മദർ തെരേസയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേജിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങൾ. മദർ തെരേസയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മദർ തെരേസയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതൊരു പേജിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് വാട്സപ്പ് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ പ്രവൃത്തി. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ നൽകി. പ്രത്യുത്തരമായി ഞങ്ങളുടെ ജീവനെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും നല്ല മകനായി, മകളായി മാനുഷിക മൂല്യങ്ങളും പ്രാർത്ഥനയിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.